നമസ്കാരം. എന്താണ് സ്വർണ്ണ വിപണിയിൽ സംഭവിക്കുന്നത്? കത്തിക്കയറിയ സ്വർണ്ണവില കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായി കുറയുന്നതായിരുന്നു കാഴ്ച. ചൈന താരിഫ് തർക്കം അയയുന്നു എന്ന സൂചന നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഉയർത്തിയതാണ് വിപണിയിൽ പ്രതിഫലിച്ചത്. മാത്രമല്ല, ഫെഡറൽ തലവനെതിരെ യാതൊരു നടപടിയും കൈക്കൊള്ളില്ല എന്ന് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനവും വിപണിയെ സ്വാധീനിച്ചു. ആഗോള വിപണിയിലെ ചലനങ്ങൾ കേരളത്തിലെ സ്വർണ്ണവിലയിലും പ്രതിഫലിച്ചു. കുത്തനെ ഉയർന്ന സ്വർണ്ണവില കഴിഞ്ഞ 2 ദിവസങ്ങളിലായി താഴേക്ക് വീണു. എന്നാൽ വില ഇനിയും കുറയുമോ എന്നതാണ് സ്വർണ്ണപ്രേമികളുടെ ചോദ്യം. ഈ മാസം കേരളത്തിലെ സ്വർണ്ണ വിപണി തുറന്നത് 68,080 എന്ന വില നിലവാരത്തിലായിരുന്നു. വെറും 3 ദിവസം കൊണ്ട് പക്ഷേ സ്വർണ്ണവില 400 രൂപ വർദ്ധിച്ചു. ഏപ്രിൽ 3-ന് 68,480 രൂപയായിരുന്നു വില. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങൾ ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്നതായിരുന്നു. ഏപ്രിൽ 4-ന് ഒറ്റയടിക്ക് 1,280 രൂപ കുറഞ്ഞ് 68,480 രൂപയായിരുന്നു പവനുണ്ടായിരുന്നത്. ഏപ്രിൽ 8-ന് വില 65,800 രൂപയിലേക്ക് ഇടിഞ്ഞതോടെ സ്വർണ്ണവില ഇനി താഴേക്ക് എന്ന പ്രതീതി സൃഷ്ടിച്ചു. എന്നാൽ ഏപ്രിൽ 10 മുതൽ വീണ്ടും ഉപഭോക്താക്കളുടെ നെഞ്ചിടിപ്പ് ഉയർത്തി സ്വർണ്ണവില പാഞ്ഞു കയറി. 68,489 എത്തിയ വില പിന്നീട് ദിവസങ്ങൾക്കുള്ളിലാണ് 70,000-ഉം 72,000-ഉം ഒക്കെ കടന്ന് എത്തിയത്. ഏപ്രിൽ 22-നാകട്ടെ ആദ്യമായി പവൻ വില 74,320 എന്ന റെക്കോർഡ് തൊട്ടു. ഇതോടെ 80,000 എന്ന തോതിലേക്ക് വില ഉയരാൻ അധികം വൈകില്ല എന്ന പ്രവചനങ്ങൾ ശക്തമായിരുന്നു. മാസങ്ങൾ കൊണ്ട് സ്വർണ്ണവില പവന് 1 ലക്ഷം എന്ന സംഖ്യ എത്തുമെന്നും ആളുകൾ ചിന്തിച്ചു. ഇതിനിടയിലാണ് ചൈനയോടുള്ള കടുത്ത നടപടികളിൽ നിന്നും പിന്നോട്ട് പോവുകയാണെന്ന ട്രംപിന്റെ പ്രതികരണം വരുന്നത്. ഇതോടെ 1 പവൻ സ്വർണത്തിന് 2,200 രൂപയുടെ കുറവാണ് ഏപ്രിൽ 23-ാം തീയതി രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം 80 രൂപ കുറഞ്ഞ് 72,040 രൂപയായിട്ടുണ്ട്. ഏപ്രിൽ മാസം 25-ാം തീയതി കേരളത്തിലെ സ്വർണ്ണ വിലയിൽ മാറ്റമില്ല. 72,040 എന്ന വില നിലവാരത്തിൽ തന്നെയാണ് സ്വർണം വ്യാപാരം നടക്കുന്നത്. സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുന്ന പശ്ചാത്തലത്തിൽ അക്ഷയ തൃതീയയ്ക്ക് വില നിലവാരം എങ്ങനെ ആയിരിക്കുമെന്ന ആകാംക്ഷയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഹിന്ദു വിശ്വാസപ്രകാരം അക്ഷയ തൃതീയ സ്വർണം വാങ്ങാൻ മികച്ച സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരു തരി പൊന്നെങ്കിലും വാങ്ങി വയ്ക്കണമെന്ന ചിന്തയിലായിരിക്കും സ്വർണ്ണ പ്രേമികൾ. എന്നാൽ വില ഉയർന്നതോടെ ഇത്തവണ ജ്വല്ലറികളിലേക്ക് ഇല്ല എന്ന നിലപാടിലായിരുന്നു ആളുകൾ എല്ലാം എത്തിച്ചേർന്നത്. പക്ഷേ വില കുറയുന്നത് വീണ്ടും ആളുകളുടെ പ്രതീക്ഷ ഉയർത്തുന്നുണ്ട്. വില 70,000-ന് താഴേക്ക് വീഴുമോ എന്നാണ് ഇപ്പോൾ ഉറ്റുനോക്കപ്പെടുന്നത്. ഇത്തരത്തിലൊരു കുറവുണ്ടായാൽ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ പേർ സ്വർണം വാങ്ങാൻ തയ്യാറായേക്കുമെന്നുമാണ് ജ്വല്ലറി വിപണിയിലുള്ളവർ പോലും പ്രതീക്ഷിക്കുന്നത്. എങ്കിലും 5% പണിക്കൂലിയും 3% GSTയും മറ്റ് സർവീസ് ചാർജുകളെല്ലാം കൂടെ ചേർത്ത് പവൻ എന്തായാലും ഒരു 78 രൂപയെങ്കിലും നൽകേണ്ടി വരും. എന്തായാലും വില കുറഞ്ഞതോടെ മുതലെടുത്ത് വാങ്ങാൻ കൂടുതൽ ആളുകൾ തയ്യാറാകുന്നുണ്ട് എന്നാണ് ജ്വല്ലറിക്കാർ പറയുന്നത്. ആളുകളെ കൂടുതൽ ആകർഷിക്കാൻ അക്ഷയ തൃതീയ ദിനത്തിൽ പണിക്കൂലിയിൽ വമ്പൻ കുറവുകളടക്കം വരുത്തിയുള്ള മികച്ച ഓഫറുകൾ കൂടി നൽകിയാൽ ഇത്തവണത്തെ കച്ചവടം പൊടിപിടിക്കുമെന്ന് തന്നെയാണ് ജ്വല്ലറികളെല്ലാം തന്നെ വിശ്വസിക്കുന്നത്.